ആദ്യമായി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, സാധാരണ ഒരു കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് വല്ലാത്ത ഭംഗിയുടെ ഉടമയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭംഗിയുടെ ഉടമയാണ്. നിങ്ങൾക്കറിയുമോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ റസൂലുള്ളാഹിന്റെ 1/3 പകുതി ഭംഗിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ളൂ. ആ 1/3 പകുതിയായ യൂസുഫ് നബിയുടെ ഭംഗിയിൽ അങ്ങേ ലയിച്ചുപോയ സലീഹ ബീവിയുടെ കഥ നിങ്ങൾക്കറിയുമോ? പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഫലമ്മാ സമിഅത് ബിമക്രിഹിന്ന അർസലത് ഇലൈഹിന്ന. അതേ സലീഹ ബീവി അവിടെ എന്ത് ചെയ്തു? സലീഹ ബീവി അതാ യൂസുഫ് നബിയെ വല്ലാതെ വളച്ചം കൊടുക്കുകയാണ്. അതാ യൂസുഫ് നബിയുടെ ഭംഗിയിൽ അങ്ങ് ലയിച്ചുകൊണ്ട് അതാ യൂസുഫ് നബിയെ വളച്ചം കൊടുക്കാൻ നോക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അന്നത്തെ പട്ടണത്തിലുണ്ടായിരുന്ന സുന്ദരികളായ സ്ത്രീകള് അവിടെ നിന്ന് വല്ലാതെ ആക്ഷേപം പറയാൻ തുടങ്ങി. യൂസുഫ് നബി സലീഹ ബീവിയുടെ വീട്ടില് ജോലിക്കാരനായി കൊണ്ടാണ് അവിടെ നിന്ന് ജീവിച്ചത്. ആ ബീവി അവിടുത്തെ ഭംഗിയിൽ അങ്ങ് ലയിച്ചുകൊണ്ട് സലീഹ ബീവി എന്ത് ചെയ്തു? ഈ യൂസുഫ് നബി അങ്ങ് വല്ലാതെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നടന്നു. ആ ഒരു സംസാരം അങ്ങ് മദീനയിലെത്തിയ സമയത്ത് അല്ലാതെ ആ സലീഹ ബീവി എന്ത് ചെയ്തെന്നറിയുമോ? ആ പറഞ്ഞ സുന്ദരികളായ സ്ത്രീകളെ വിളിച്ചുകൊണ്ട് അവിടുത്തെ കൊട്ടാരത്തിലിരുത്തിക്കൊണ്ട് അവിടെ എന്ത് ചെയ്തു? അവർക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്തെന്നറിയുമോ? നല്ല സുന്ദരമായ അവിടെ അവിടെ എന്ത് ചെയ്തു? നല്ല മൂർച്ചയുള്ളതായ കത്തിയങ്ങ് കൊടുത്തു. എന്നിട്ട് മാത്രമല്ല നല്ല പഴവർഗ്ഗങ്ങളും അതാ അവിടെ നിന്ന് യൂസുഫ് അതാ സുന്ദരികളായ പെൺകുട്ടിക്ക് സലീഹ ബീവി അങ്ങ് കൊടുത്തിട്ട് എന്ത് ചെയ്തെന്നറിയുമോ? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ത് ചെയ്തു? ആ സ്ത്രീകളുടെ മുമ്പിലേക്ക് അങ്ങ് പറഞ്ഞേക്കുകയാണ്. അങ്ങനെ പറഞ്ഞേക്കുന്ന സമയത്തുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ ഉമ്മമാരെ, നമ്മൾ മനസ്സിലാക്കണം കേട്ടോ, എത്രമാത്രമാണ് ഭംഗിയുടെ ഉടമയാണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ യൂസുഫ് നബിയെ ആ സുന്ദരികളായ പെൺകുട്ടികളുടെ അടുക്കലേക്ക് അങ്ങ് പറഞ്ഞേക്കുമ്പോൾ അവിടെ നദാ അവരോടൊന്ന് പറയുകയാണ്, നിങ്ങൾ ആ പഴങ്ങളങ്ങ് കട്ട് ചെയ്യുക. അങ്ങനെ ആ കട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അവിടെ നദാ യൂസുഫ് നബി അങ്ങോട്ട് പറഞ്ഞേക്കുന്ന സമയത്ത് ആ മിസ്റിലെ സുന്ദരികളായ പെൺകുട്ടികൾ യൂസുഫ് നബിയുടെ ഭംഗിയങ്ങ് കണ്ടുകൊണ്ട് ആ ഭംഗിയിലങ്ങ് ലയിച്ചുകൊണ്ട് എന്ത് ചെയ്തു? അവരുടെ വിരലുകൾ തന്നെ മുറിച്ചു മാറ്റിയത് അവരറിഞ്ഞു പോയിരുന്നില്ല. അവരുടെ വിരലുകൾ തന്നെ മാത്രം അവർ മുറിച്ചു പോയത് അവരറിഞ്ഞിരുന്നില്ല. എന്റെ മുഅ്മിനീങ്ങളെ, മഹാന്മാര് പറയുകയാണ്, അയിമ്മത്തുകൾ പറയുകയാണ്, ആ സുന്ദരികളായ പെൺകുട്ടികളെങ്ങാലും ആ മിസ്റിലെ സുന്ദരികളായ പെൺകുട്ടികളെങ്ങാലും അല്ലാഹുവിന്റെ റസൂലിന്റെ ഭംഗിയെങ്ങാനും കണ്ടാൽ അവരുടെ ഹൃദയം തന്നെ അവർ മുറിച്ചു മാറ്റുന്നത് അവരറിഞ്ഞു പോകില്ലായിരുന്നു. അവരുടെ ഹൃദയം തന്നെ അവർ മുറിച്ചു മാറ്റുന്നത് അവരറിയില്ലായിരുന്നെന്ന് അല്ലാഹു അതേ മഹാന്മാര് പഠിപ്പിക്കുകയാണ്. അത്രമാത്രം ഭംഗിയുടെ ഉടമയാണ് റസൂലുള്ളാഹ്. അത്രമാത്രം ഭംഗിയാണ് റസൂലുള്ളാഹിന്റെ ഭംഗി. അവിടെ ഒരിക്കലും തന്നെ ഭംഗിയുടെ ചർച്ച തന്നെ എടുത്താൽ പറഞ്ഞു തന്നെ തീർക്കാൻ കഴിയില്ല. അത്രമാത്രം ഭംഗിയുടെ ഉടമയാണ്. ആ ഭംഗിയുള്ള പൂമുഖം കാണണ്ട നമുക്ക്, ഇൻഷാ അല്ലാഹ് കാണണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോ വല്ലാത്ത ഭംഗിയുടെ ഉടമയാണ് റസൂലുള്ളാഹ്. ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുകൊണ്ട് മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. സൗബാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ആകപ്പാടങ്ങ് ക്ഷീണിച്ച് ഒരു രോഗത്തിന്റെ വക്കിലെത്തി. മരണത്തിനോട് ഇങ്ങനെ ആ ഒരു സാദൃശ്യത്തിലേക്ക് അങ്ങനെ എത്തിക്കൊണ്ട് റസൂലുള്ളാഹിന്റെ ചാരത്തങ്ങ് വന്നിട്ട് എന്ത് ചെയ്തു? അവിടുത്തെ മജ്‌ലിസിൽ ഇങ്ങനെ വന്നിരുന്നു. ആയിരുന്ന സമയത്ത് അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അല്ലയോ സൗബാനേ, നീ എന്താണ് വിഷമിച്ചിരിക്കുന്നത്? നിനക്കെന്ത് പറ്റിപ്പോയി സൗബാൻ?
അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചപ്പോൾ സൗബാനി തങ്ങൾ അവിടെ നിന്ന് മറുപടി പറയുകയാണ്, നബിയെ, എനിക്കൊരു കുഴപ്പം തന്നെയില്ല നബിയെ, ഞാൻ നല്ല ആരോഗ്യമുള്ള അവസ്ഥ തന്നെയാണ് നബിയെ. ഇതങ്ങ് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ല സൗബാനെ, നിനക്കെന്തോ ഒരു വിഷമമുണ്ടെന്ന് പറഞ്ഞപ്പോൾ സൗബാനി തങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, നബിയെ, ഞാൻ കുറെ ദിവസമായി വളരെ വിഷമത്തിൽ തന്നെയാണ് നബിയെ. കാരണം എന്താണ് സൗബാനെ എന്ന് ചോദിക്കുമ്പോൾ സൗബാനി തങ്ങൾ അവിടെ നിന്ന് റസൂലുള്ളാഹിനോട് വിങ്ങിപ്പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയെ, ഈ ദുനിയാവിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് അറിയുമോ നബിയെ? അങ്ങയുടെ പരിശുദ്ധമാക്കപ്പെട്ട പൂമുഖം കണ്ടിരിക്കലാണ് നബിയെ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ രാവിലെ മദീന പള്ളിയിലേക്ക് വരും നബിയെ, വന്നുകൊണ്ട് ഞാൻ വൈകുന്നേരം രാത്രിയാകുമ്പോഴാണ് ഞാൻ പോവുക, രാത്രിയിലാകുമ്പോഴാണ് ഞാൻ തിരിച്ചു വീട്ടിലേക്ക് പോവുക. അതുവരെ അങ്ങയുടെ പരിശുദ്ധമാക്കപ്പെട്ട പൂമുഖം കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ രസിക്കും നബിയെ. എനിക്കതാണ് നബിയെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നബിയെ. ഈ ദുനിയാവിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അങ്ങയുടെ പൂമുഖം കാണലാണ് നബിയെ എന്ന് സൗബാനി തങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് റസൂലുള്ളാഹിനോട് വിങ്ങിപ്പൊട്ടി കരയുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, അതിനെന്താണ് സൗബാനെ എന്ന് ചോദിക്കുമ്പോൾ സൗബാനി തങ്ങൾ പറയുകയാണ്, ഞാൻ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് നബിയെ എന്റെ മനസ്സിൽ വല്ലാത്തൊരു ചിന്ത എന്നെ ഭ്രമിച്ചുപോയി നബിയെ, വല്ലാത്തൊരു ചിന്ത എനിക്ക് വന്നുപോയി നബിയെ. എന്താണ് ചിന്ത? നബിയെ, അങ്ങ് ഈ ലോകത്ത് നിന്ന് വിട പറയും, അങ്ങ് ഈ ലോകത്ത് നിന്ന് വഫാത്താകും, ഞാനും ഈ ലോകത്ത് നിന്ന് വഫാത്താകുമല്ലോ നബിയെ, മരണപ്പെടുമല്ലോ നബിയെ. ഈ ദുനിയാവിലാകുമ്പോ എനിക്ക് അങ്ങയുടെ മുഖം എപ്പോ കാണുന്നു നോക്കിയാലും ഞാൻ ഓടിയെത്തി അങ്ങയുടെ ചാരത്തേക്ക്. കാരണം അത്ര ഭംഗിയുടെ ഉടമയാണ്, ആ മുഖം കണ്ടിരിക്കൽ തന്നെ സുന്നത്താണ്. അപ്പോ അങ്ങയുടെ മുഖം ഇങ്ങനെ എനിക്കിനിയിപ്പോ മരണപ്പെട്ടു പോയാൽ നബിയെ അങ്ങ് സ്വർഗത്തിൽ നല്ല ഉന്നതമായ പദവിയിലായിരിക്കുമല്ലോ നബിയെ,